ഹലോ മൈ ഡിയർ ആർട്ട് ലവേഴ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുറച്ച് ദിവസമായില്ലേ നമ്മൾ ഫുൾ വീഡിയോ ഇട്ടിട്ട്. കുഴപ്പമില്ല, ഞാനിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ തമ്മിലിൽ പറഞ്ഞ പോലെ തന്നെ ഒറിജിനലിനെ വെല്ലുന്നൊരു ആർട്ടിഫിഷ്യൽ ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ കാണുന്ന ഈ ഫ്ലവേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇത് ആക്ച്വലി ഞാൻ 4 കൊല്ലം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഒരുപാട് എണ്ണം ഉണ്ടാക്കി നമ്മൾ വെക്കുമ്പോൾ അടിപൊളിയായിരിക്കും. സോ ഇതിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ? ഇതിന് വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ഫോം ഷീറ്റാണ്. ഇത് ഫോം ഷീറ്റ് 2 തരത്തിൽ നമുക്ക് കിട്ടും. ഗിൽറ്റ് ഉള്ളതും കിട്ടും, ഗിൽറ്റ് ഇല്ലാത്തതും കിട്ടും. ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഗിൽറ്റ് ഉള്ളതാണ്. ഇങ്ങനത്തെ 2 എണ്ണം, പിങ്കും യെല്ലോ ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന 2 കളേഴ്സ് ഫോം ഷീറ്റ്. കണ്ടില്ലേ? ആൻഡ് ഇത് നമ്മൾക്ക് കട്ട് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ പുറകു വശത്ത് സ്കെയിൽ വെച്ച് മെഷർ ചെയ്ത് വരച്ച് വെച്ചതാണ്. ഇത് 3x3 എന്ന് പറഞ്ഞ സൈസിലാണ് നമ്മൾ വരച്ച് വെച്ചിരിക്കുന്നത്. അതായത് ഒരു ക്യൂബിൻ്റെ സൈസിൽ. അതിനുശേഷം നമ്മൾ വരച്ചിട്ട് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, സാധാരണ ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുക്കുക. ചെറിയ ചെറിയ പീസസ് ആദ്യം നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് എടുക്കുക. അപ്പോൾ അതിൽ കാണുന്ന പോലെ കുഞ്ഞി പീസാക്കുക. കണ്ടില്ലേ? ഇത് 3x3 എന്ന് പറഞ്ഞ സൈസാണ്. 3x3 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും വരുന്നത്. ഓക്കെ, അങ്ങനെ നമ്മളിതാ ഈ പിങ്ക് ഷീറ്റും എടുത്ത് അതിലും ഇതുപോലെ വരച്ചതിന് ശേഷം കട്ട് ചെയ്തു. സോ ഇതാ പിങ്കും യെല്ലോ ആണ് എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ പീസും എടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ സെൻറ്ററിൽ, അതായത് ഓരോ സൈഡിൻ്റെയും നടുവിലായിട്ട് നമ്മളിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യുക. മുഴുവനായിട്ട് കട്ട് ചെയ്യരുത്, അറ്റത്ത് മാത്രം ചെറുതായിട്ട് കട്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ഓരോ സൈഡും ആ കോർണേഴ്സ് കണ്ടില്ലേ, അത് കത്രിക വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക, ടേൺ ചെയ്തിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ആക്ച്വലി ഇതിൻ്റെ പെറ്റൽസിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൻ്റെ സൈഡ്സൊക്കെ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. കണ്ടില്ലേ? കത്രിക വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടേൺ ചെയ്തിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ 2 സൈഡും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതുപോലെ ടേൺ ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഫ്ലവറിൻ്റെ 4 ഭാഗവും 4 കോർണേഴ്സും, അതായത് 2 സൈഡിൻ്റെയും 4 കോർണേഴ്സും കട്ട് ചെയ്ത് ഈ ഒരു ഷേപ്പിൽ കിട്ടും. അങ്ങനെ ആ ഒരു ഷേപ്പിൽ കിട്ടിയതിന് ശേഷം ഓരോ പെറ്റൽസിൻ്റെയും അറ്റത്ത് ഒരു വി ഷേപ്പിൽ കട്ട് ചെയ്യുക. അത് ആ പെറ്റൽസിന് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളത് അവസാനം ചെയ്യുമ്പോൾ കണ്ടില്ല, ആ ഒരു ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ വി ഷേപ്പിൽ കട്ട് ചെയ്യുന്നത്. കണ്ടില്ലേ? ഇതുപോലെ ഓരോ പെറ്റൽസിൻ്റെയും അറ്റത്ത് വി ഷേപ്പിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്, അതായത് ഇത് കട്ട് ചെയ്തതിന് ശേഷമുള്ള അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. കണ്ടില്ലേ? അങ്ങനെ നമ്മൾ ഓരോന്നും എടുത്ത് നമ്മൾ ആ സ്ക്വയറിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പീസസും എടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് നമ്മളുടെ ആ ഫ്ലവറിൻ്റെ ഡിസൈൻ ആക്കി എടുക്കുക. കണ്ടില്ലേ? അവിടെ ഞാൻ നിലത്തൊന്ന് വെച്ചത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ ഓരോന്നും കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഫുള്ളി ഈ ഒരു ഫ്ലവർ ഷേപ്പിൽ സെറ്റ് ചെയ്തെടുക്കാം. കുറച്ച് ക്ഷമ വേണ്ട ഒരു പ്രോസസ്സാണ്. കുറച്ചധികം ക്ഷമ വേണം. ആദ്യത്തെ ഒന്ന് കട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് സ്മൂത്തായിട്ട് കട്ട് ചെയ്ത് പോകാൻ പറ്റും. കട്ട് ചെയ്യാനൊക്കെ ഈസിയാണ്, വലിയ കോംപ്ലിക്കേറ്റഡ് അല്ല. പക്ഷേ ഇത് കട്ട് ചെയ്ത് തീരുന്നവരെ, ഇത്രയും പീസസ് നമ്മൾ കട്ട് ചെയ്ത് തീരുന്നവരെ ഇരിക്കാനുള്ളൊരു ക്ഷമ നമ്മൾക്ക് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് ഈ അടിപൊളി ഫ്ലവേഴ്സ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അതിനുശേഷം നമ്മളിത് ഹീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇസ്തിരിപ്പെട്ടി വെച്ചിട്ട്. സോ അതിനുവേണ്ടി ആദ്യം ഒരു ടെസ്റ്റ് റണ്ണ് പോലെയാണ്. അതിൻ്റെ ചെറിയൊരു വേസ്റ്റ് പീസ് ഉണ്ട്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുകയാണ്. അധികം ചൂടല്ലല്ലോ, പറ്റിപ്പോവില്ലല്ലോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് റൺ ചെയ്തതാണ്. അതിനുശേഷം നമ്മളുടെ ഓരോ ഫ്ലവേഴ്സായിട്ട്, ഇപ്പം ഞാൻ കാണിച്ചില്ലേ, ഗിൽട്ടുള്ള പോർഷനല്ല, ഗിൽട്ട് ഇല്ലാത്ത അതിൻ്റെ ബാക്ക് പോർഷൻ എടുത്ത് ഇതുപോലെ അയൺ ബോക്സിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ആൻഡ് ഈ കമ്പൗണ്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് അവിടെ എന്തായിട്ടില്ല, സ്റ്റിക്കായിട്ടില്ല, അല്ലെങ്കിൽ പറ്റിപ്പിടിച്ച് പോയിട്ടില്ല എന്നൊന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, കമ്പ് യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ കൈ പൊള്ളാതെ സൂക്ഷിക്കാം. പിന്നെ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇത് ചെയ്യരുത്, പാരൻസിൻ്റെ അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, പിന്നെ അതിനുശേഷം അതൊന്ന് ചൂടാക്കി കഴിയുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ, അത് പൊങ്ങി വന്നത് കണ്ടില്ലേ, നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടും. അത് നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് ആ ഒരു ഫ്ലവർ, ആ ഒരു എന്താ പറയുക, നമ്മൾ വിരിഞ്ഞ് വരുന്ന ആ ഒരു മൊട്ട് രൂപത്തിലുള്ള ആ ഒരു രൂപത്തിലേക്ക് ആക്കിയെടുക്കുക. ജസ്റ്റ് ഒന്ന് നമ്മൾ കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് ഇങ്ങനത്തെ ഒരു ഷേപ്പിലായിട്ട് കിട്ടും. പിന്നെ അത് ഷേപ്പ് മാറില്ല, ഇങ്ങനെ തന്നെ കിടന്നോളും കേട്ടോ. പിന്നെ അതിൻ്റെ അടിഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. ഹോളല്ല, ഇങ്ങനെ കമ്പ് വെച്ചൊന്ന് കുത്തി കൊടുക്കണം. ഇത് കണ്ടില്ലേ, ഞാൻ വീണ്ടും ചെയ്ത് കണ്ടില്ല. അതുപോലെ അത് ഇസ്തിരിപ്പെട്ടിയിൽ വെച്ച് ചൂടാക്കുക. അപ്പോൾ അതിങ്ങനെ പൊന്തി വരും. അതൊന്നെടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഫ്ലവർ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഫ്ലവർ പോലെ ആക്കുക. ആൻഡ് അടിഭാഗത്ത് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഹോൾട്ട് കൊടുക്കുക. ഇത് ഞാൻ സ്പീഡായിട്ട് കാണിക്കുന്നതാണ്. അങ്ങനെ ഓരോ ഫ്ലവേഴ്സും നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ ചെയ്തെടുക്കുക. നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. കണ്ടില്ലേ, ഇതാ ഈ ബോക്സിൽ കണ്ടില്ലേ, യെല്ലോവും പിങ്കും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്.
ആൻഡ് ഇത് നേരിട്ട് കാണാൻ നല്ല രസമാട്ടോ. ആൻഡ് നമുക്കിനി വേണ്ടത് ഇതുപോലത്തെ കമ്പിയാണ്. കമ്പി എന്ന് പറയുന്നത് പെട്ടെന്ന് വളയ്ക്കാനും മുടിക്കാനൊക്കെ പറ്റുന്നൊരു ടൈപ്പ് ഓഫ് കമ്പിയാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് കട്ടിയുള്ള കമ്പി എടുത്തതുകൊണ്ട് കാര്യമില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ കമ്പി ഓരോന്നും ഇതിൻ്റെ ഉള്ളിലേക്ക്, നമ്മൾ നേരത്തെ ഒരു ഹോൾ ഇട്ട് വെച്ചില്ലേ, ആ ഹോളിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് ഗ്ലൂ ഗണ്ണാണ്. ഗ്ലൂ ഗൺ വെച്ചിട്ട് ഈ കമ്പിയുടെ അറ്റത്ത് ജസ്റ്റ് ഒരു ഉണ്ട, അതായത് ഒരു മുത്ത് പോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ കമ്പി ഇളകി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ലോക്ക് ചെയ്തിട്ട് പൂവിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, താഴ്ത്തി കൊടുക്കും. കണ്ടില്ലേ? അങ്ങനെ ഓരോന്നും നമ്മൾ എല്ലാ ഫ്ലവേഴ്സിനും ചെയ്ത് കൊടുക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ക്ഷമ വേണ്ട ജോലിയാണ്. കാരണം ഇത് ഓരോന്നും ചെയ്യുമ്പം നമുക്ക് വളരെ ക്ഷമ വേണം. കാരണം ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടല്ലോ. അപ്പം പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് അടിപൊളിയാണ്, അതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. അങ്ങനെ ഇതാ ഓരോ ഫ്ലവേഴ്സും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ടത് ആ താഴത്തെ കമ്പിയുടെ ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് ഈ ഗ്രീൻ സെല്ലോ ടാപ്പ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, കവർ ചെയ്യണം. കാരണം പൂവിന് താഴെയുള്ള തണ്ട് അതാണല്ലോ ആ കമ്പി. അപ്പോൾ ആ തണ്ടിന് എന്ത് കളറാണ്, ഗ്രീൻ കളറാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലത്തെ സെല്ലോ ടാപ്പ് നമുക്ക് എല്ലാ ഷോപ്പിലും കിട്ടുന്നതാണ്. സോ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് എന്ത് ചെയ്യുക, ഇങ്ങനെ ടേൺ ചെയ്ത് ട്വിസ്റ്റ് ആൻഡ് ടേൺ ചെയ്തിട്ട് അത് സ്റ്റിക്ക് ചെയ്യുക എന്ന് പറയുമ്പം ഇവിടെയൊന്നും സ്റ്റിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ മുകളിൽ ഓൾറെഡി ഒരു ഗ്ലൂ ഉണ്ടാകും. അപ്പോൾ അവസാനത്തെ ഭാഗം മാത്രം ഒന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫെവിക്കോൾ വെച്ച് ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. അത് ടൈറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോൾ അതവിടെ നന്നായിട്ട് ഉറപ്പായിട്ട് നിന്നോളും കേട്ടോ. സോ ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഫ്ലവേഴ്സിനും നമ്മൾ എന്ത് ചെയ്യുക, ആ ഗ്രീൻ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ട്വിസ്റ്റ് ആൻഡ് ടേൺ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ നേരത്തെ കണ്ട പോലെ തന്നെ എല്ലാ ഫ്ലവേഴ്സിനും തണ്ടിന് ആ സെല്ലോ ടാപ്പ് ചുറ്റിയതിന് ശേഷം 3 എണ്ണം എടുത്തിട്ട്, അതായത് 3 ഫ്ലവേഴ്സ് നമ്മൾ ഒരുമിച്ച് സെല്ലോ ടാപ്പ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അതായത് 3 എണ്ണം ഒരു തണ്ടിൻ്റെ മുകളിൽ നിന്ന് വരുന്നത് പോലെയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഓരോ ഫ്ലവേഴ്സും, അതായത് 3 ഫ്ലവേഴ്സ് എടുത്തതിന് ശേഷം അതിൻ്റെ കമ്പി ജസ്റ്റ് ഒന്നിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് നമ്മൾ വെക്കുക, ജസ്റ്റ് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മളുടെ ഗ്രീൻ സെല്ലോ ടാപ്പ് എടുത്തിട്ട് ഇപ്പോൾ കാണുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യുക, ട്വിസ്റ്റ് ആൻഡ് ടേൺ ചെയ്തിട്ട് തണ്ട്, അത് 3ഉം കൂടെ ഒരു തണ്ടിലേക്ക് വരുന്ന രീതിയിൽ നമ്മളത് എന്ത് ചെയ്യാണ്, ഉറപ്പിക്കുകയാണ്. അങ്ങനെ എല്ലാ ഫ്ലവേഴ്സിനെയും നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. 3 എണ്ണം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ ഒറ്റ തണ്ടിലേക്ക് ആക്കിയിട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളെല്ലാം ചെയ്തെടുത്തു. യെല്ലോയും പിങ്കും എല്ലാം 3 എണ്ണം വെച്ച് നമ്മൾ അത് ചെയ്തതിന് ശേഷം കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടില്ലേ. സോ ഇത് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു പൂക്കൊല പോലെ ചെയ്തെടുക്കാൻ പോവാണ്. ഒരു പൂവിൻ്റെ, അതായത് ഒരു പൂക്കൊല ഇങ്ങനെ ഉണ്ടാകും, ആ ഒരു രീതിയിലാണ് നമ്മളിതിനെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. സോ അതിന് ആദ്യം ഞാൻ ഈ പിങ്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അധികം പൂവുകൾ തമ്മിൽ അധികം ഗ്യാപ്പില്ലാത്ത രീതിയിലാണ്, ഞാൻ കുറച്ച് തിക്കായിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, ഓരോന്നും 2 സൈഡിലും വെച്ച് കൊടുത്തു, പിന്നെ അതിൻ്റെ താഴത്ത് വെച്ച് കൊടുത്തു. എന്നിട്ടിങ്ങനെ നമ്മളുടെ സീം സെല്ലോ ടാപ്പ് വെച്ചിട്ട് ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അത് ആദ്യത്തെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പിങ്ക് കുറച്ച് എന്താ പറയുക, ഗ്യാപ്പില്ലാതെയാണ് ചെയ്തിരിക്കുന്നത്. അടുത്ത വരുന്ന യെല്ലോ അത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തേത് കുറച്ച് ഹൈറ്റ് കുറഞ്ഞിട്ട് കുറച്ചൊന്ന് ഉരുണ്ടിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ അടുത്തത് യെല്ലോ വന്നിട്ട് കുറച്ച് ലെങ്തി ആയിട്ട് നല്ല എന്താ പറയുക, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. 2 ടൈപ്പിൽ ചെയ്തതാണത്. ആൻഡ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതുപോലെയുള്ള 4 എണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാം കൂടെ പിങ്കും യെല്ലോവും മാത്രം രണ്ടും 2 കൊലകളായിട്ട് ചെയ്യാതെ ഞാൻ 4 പൂക്കൊലകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാം.
നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ കമ്പി യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളയ്ക്കാനും ഒടിക്കാനൊക്കെ പറ്റുന്ന കമ്പി നോക്കിയിട്ട് യൂസ് ചെയ്യുക. ഒരുപാട് ഉറപ്പുള്ള കമ്പി നമ്മൾ എന്തിന് തണ്ടായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല എന്ന്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഫ്ലവേഴ്സ് ഓരോന്നും എടുത്ത് ജസ്റ്റ് സൈഡിലേക്കൊക്കെ ഇങ്ങനെ ഒടിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോരോ സൈഡിലേക്ക് കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഒടിച്ച് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എന്തെങ്കിലും ഗ്യാപ്പ് ഉള്ളിൽ കൊടുക്കണമെങ്കിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് കുറച്ചുകൂടെ പുറത്തേക്ക് ഇങ്ങനെ ഒന്ന് ബൾജ് ചെയ്ത് നിൽക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. സോ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള, അതായത് വളയ്ക്കാനൊക്കെ പറ്റുന്ന കമ്പി യൂസ് ചെയ്യണമെന്ന് ഞാൻ നേരത്തെ പ്രത്യേകം പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതായിപ്പോൾ നമ്മൾ ആ യെല്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ യെല്ലോ ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ സെല്ലോ ടാപ്പ് ആദ്യത്തെ ഒരു 2-3 ഫ്ലവേഴ്സ് ചുറ്റിയതിന് ശേഷം കുറച്ചുകൂടെ താഴത്തേക്ക് സെല്ലോ ടാപ്പ് കൊടുത്തതിന് ശേഷമാണ് അടുത്ത ഫ്ലവർ വെക്കുന്നത്. പിന്നെയും കുറച്ചുകൂടെ ഗ്യാപ്പ് കൊടുത്തതിന് ശേഷമാണ് അതിൻ്റെ അടുത്ത ഫ്ലവർ വെക്കുന്നത്. സോ അത് കുറച്ച് ഗ്യാപ്പ് ഇട്ട് ചെയ്തതുകൊണ്ടാണ് ഇതിന് കുറച്ച് ലെങ്ത്തും വന്നത്. സോ 2 ടൈപ്പിലാണ് ചെയ്തത്. നിങ്ങൾക്ക് ഏത് ടൈപ്പാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കുറച്ച് ബൾക്കി ആയിട്ടുള്ളതാണോ അതോ ഇപ്പോൾ ഈ ലെങ്തി ആയിട്ട് ചെയ്തതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് അതുപോലെ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അതുപോലെ നിങ്ങൾ ചെയ്യുക. അതായത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ബൾക്കി ആയിട്ട് ചെയ്യണമെങ്കിൽ അടുത്തടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, സെല്ലോ ടാപ്പ് ചെയ്യുക. അതല്ല കുറച്ചുകൂടെ ഗ്യാപ്പ് ഇട്ട് നല്ല ലെങ്തി ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് താഴെ വെച്ചിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. എല്ലാം നമ്മളുടെ ഇഷ്ടം പോലെ. എപ്പോഴും നമ്മൾ പറയാറുള്ള പോലെ നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴായിരിക്കും പുതിയ പുതിയ ഐഡിയാസ് തലയിലേക്ക് വരിക. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഓക്കെ ഇതിങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ നന്നാവില്ലേ എന്നുള്ളൊരു ഐഡിയ നമുക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തു വെക്കാം. അപ്പോഴാണ് നമ്മളുടെ ക്രിയേറ്റിവിറ്റി ഉണരുന്നത്, അല്ലേ? അപ്പോൾ ഇതെന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്നെ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അങ്ങനെ ഇതാ നമ്മളുടെ ഫ്ലവേഴ്സ് എല്ലാ സ്റ്റെപ്സും കഴിഞ്ഞ് റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാൻ 4 ബണ്ടിൽസാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ആൻഡ് ഇത് ഒറിജിനലിനെ വെല്ലുന്ന ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് തന്നെയാണോ എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതും കൂടെ പറയാം. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഈ യെല്ലോ നല്ല എന്താ പറയുക, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് ഈ യെല്ലോ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ പിങ്ക് കുറച്ചുകൂടെ യെല്ലോൻ്റെ അത്ര അങ്ങോട്ട് ക്യൂട്ടായിട്ടില്ല. കാരണം വേറെ ഒന്നുമല്ല, ഈ പിങ്കിൻ്റെ ഫോം ഷീറ്റ് എന്ന് പറയുന്നത് കുറച്ച് കട്ടിയുണ്ടായിരുന്നു. യെല്ലോനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കട്ടിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ചൂടിലാണ് അയൺ ബോക്സിൽ ചൂടാക്കിയത്. പക്ഷേ എന്നിട്ട് പോലും അതൊന്ന് മയപ്പെട്ട് വരാൻ കുറച്ച് സമയമെടുത്തു. അപ്പോൾ യെല്ലോൻ്റെ അത്ര മയം ആർക്കില്ല, പിങ്കിനില്ല. അതുകൊണ്ടാണ് യെല്ലോൻ്റെ അത്ര ഒരു ഭംഗി, ക്യൂട്ട്നെസ് നമുക്ക് പിങ്കിന് തോന്നാത്തത്. അപ്പം ഫോം ബോർഡ് വാങ്ങിക്കുമ്പം കുറച്ച് തിന്നായിട്ടുള്ള വാങ്ങിക്കുക, അധികം കട്ടിയുള്ളത് വാങ്ങിക്കാണ്ടിരിക്കുക. ഓക്കെ. പിന്നെ നല്ല ചൂടിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് അയൺ ബോക്സിൽ വെച്ച് ചൂടാക്കണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.